മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലേന്ദ്രൻ ആണെങ്കിൽ ബബിതയെടുത്ത് വയ്ക്കുകയാണ്. നീ എന്താ ഈ പറയുന്നത്? ഈ കള്ളു കുടിയനല്ല എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയുകയാണ്, അത് രോഗത്തിനൊരു അബദ്ധം പറ്റി. ഒരു വട്ടമൊക്കെ അബദ്ധം പറ്റുന്നത് നമുക്ക് ക്ഷമിക്കാമല്ലോ. അതുകൊണ്ട് അച്ഛനോട് പറയാഞ്ഞത്. അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ദേഷിക്കും എന്ന് പറയാണ്. അപ്പം ബബിതയെടുത്ത് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ഈ കുടിയനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കുടിക്കുന്നവരാണെന്നോ നീ ഉദ്ദേശിക്കുന്നത്? വല്ലപ്പോഴും കുടിക്കുന്നത് അത്ര പ്രശ്നമില്ലെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ അച്ഛൻ അറിയുന്നത് കൊണ്ടാണോ കുഴപ്പം? അല്ലാതെ നീയൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു കുഴപ്പവും ഇല്ലയെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബബിത ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കുക. അത് ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റത്തില്ലയോ? അവനവന് തന്നെയല്ലേ നന്നായിട്ട് ജീവിക്കണമെന്നും നല്ല സ്വഭാവത്തിൽ വളരണമെന്നും നന്നായിട്ട് പഠിക്കണമെന്നും തോന്നേണ്ടത്? മറ്റുള്ളവർ പുറകെ നടന്നാണോ അതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ബബിത എടുത്ത് ചോദിക്കുകയാണ്. പിന്നെ അങ്ങനെങ്ങാണ് ഒരു തെറ്റ് ആരെങ്കിലും ചെയ്താൽ കൂടെ നിൽക്കുന്നവർ അത് പറഞ്ഞ് മനസ്സിലാക്കുവോ, അല്ലെങ്കിൽ എന്നോട് പറയുകയല്ലേ വേണ്ടെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം 3 പേരും മിണ്ടാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ അച്ഛനോട് പറയുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വിചാരിച്ചിരിക്കുകയാണോ വേണ്ടതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഈ സമയത്താണ് രോഹിത് വരുന്നത്. നേരെ അകത്തേക്ക് വരുമ്പം അച്ഛനും അലീനയും ബബിതയും കൃഷ്ണമോളും എല്ലാവരും ഇരിക്കുന്ന കാണുകയാണ്. അപ്പം നേരെ അങ്ങ് മുകളിലോട്ട് കയറി പോകുന്ന നേരത്ത് ബാലേന്ദ്രൻ പറയാണ്, നീ ഇങ്ങനെ വന്നേ, നിനക്ക് ആഹാരം വേണ്ടായോ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയാണ്. നീ ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാണ് വരുന്നത്, അതുപോലെ നിനക്ക് വരുമ്പോൾ ബോധമൊന്നുമില്ല, കുടിച്ചിട്ടാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് ചോദിച്ച്. അപ്പോഴത്തേക്ക് രോഹിത് അങ്ങ് വല്ലാതാവുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്താണെങ്കിൽ കൃഷ്ണമോളെ നോക്കുന്നുണ്ട്. നീ കൃഷ്ണമോളെ പേടിപ്പിക്കുകയൊന്നും വേണ്ട, ആര് പറഞ്ഞെന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ, ഈ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ഒരു ദിവസം അങ്ങനെ വന്ന്, അല്ല സ്ഥിരമായിട്ട് അങ്ങനെ വരാറില്ല എന്ന് പറയാണ്. ഒരു ദിവസമായാലും നീ വന്നല്ലോ, നീ കുടിച്ചോന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ബാലേന്ദ്രൻ പറയാണ്. കുടിച്ചായിരുന്നു എന്ന് പറയാണ്. ശീലമൊക്കെ നിനക്ക് എന്ന് തുടങ്ങി എന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്താണെങ്കിൽ കുനിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനൊരു തെറ്റുണ്ടായിട്ട് ഇവിടെ ആരും എന്നോട് പറഞ്ഞില്ല, ഇപ്പോൾ ഓരോരുത്തരെ വായിന്ന് അബദ്ധമായിട്ട് വീണത്, നല്ല സ്വഭാവമല്ല എന്ന് പറയുകയാണ് രോഹിത്തിനോട്. അപ്പോഴത്തേക്ക് രോഹിത്തിന് പതുക്കെ അങ്ങ് മുകളിലോട്ട് കയറി പോവുകയാണ്. ആരോട് പറയാൻ, ഇവനോടൊക്കെ ഒന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല, സ്വന്തം ഇഷ്ടത്തിന് നടക്കാനാ ഇഷ്ടം എന്ന് ബാലേന്ദ്രൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയൊന്നും വല്ലാതാവുന്നുണ്ട്. രോഹിത് നേരെ മുറിയിലോട്ട് പോയിരിക്കുകയാണ്. ഒരിക്കലും രോഹിത് പ്രതീക്ഷിച്ചില്ല അച്ഛനിത് അറിയുമെന്നും ചോദിക്കുമെന്ന് രോഹിത് ഇത് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മുറിയിൽ പോയിരുന്ന രോഹിത് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ ഇത് പറഞ്ഞ? കൃഷ്ണയായിരിക്കും പറഞ്ഞത്. അലീന ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പോൾ അവൾ തന്നെ ആയിരിക്കും പറഞ്ഞത്. കരിങ്കാലി അവൾ എന്തുണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്ന് രോഹിത് ഇങ്ങനെ ആലോചിക്കുകയാണ്. സമയത്ത് ഡോറിൽ ആരോ വന്ന് തട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബബിതയാണെന്നും പറഞ്ഞ് ദേഷിച്ച് വന്ന് എന്തടിയെന്നും ചോദിച്ചുകൊണ്ട് ഡോറ് തുറക്കുകയാണ്. തുറന്ന് നോക്കുമ്പം അച്ഛൻ അവിടെ നിൽക്കുന്നു. അച്ഛനെ കാണുമ്പോൾ രോഹിത് ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. എന്താടാ, ഞാനാണെന്ന് വിചാരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വിചാരിച്ച് ബബിതയോ കൃഷ്ണനെങ്ങാനും ആയിരിക്കും, അതാ എന്ന് രോഹിത് പറയാണ്. അകത്തോട്ടേക്ക് വരാവോ എന്ന് ചോദിക്കുകയാണ്. വാ അച്ഛാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ബാലേന്ദ്രൻ അകത്ത് കയറുകയാണ്. അകത്ത് കയറിയിട്ട് ചുറ്റും ആകപ്പാട് ആ മുറി മൊത്തം ഒന്ന് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ പോകുന്നു നിൻ്റെ പഠിത്തമൊക്കെ, എഞ്ചിനീയറിംഗ് പഠിത്തമൊക്കെ എങ്ങനെ പോകണമെന്നാണ് ചോദിച്ചത്. കുഴപ്പമില്ല അച്ഛാ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആർക്ക് കുഴപ്പമില്ലെന്നാ? നീ പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. പഠിക്കുന്നുണ്ട് അച്ഛാ. ക്ലാസ്സിനൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. ഇന്ന് വൈകിട്ട് എവിടെ പോയിരുന്നു ഇത്രയും താമസിക്കാൻ? അത് ഹരിയുടെ കൂടെ ആയിരുന്നു. ഓ, കൊല്ലപ്പള്ളിയിലെ ഹരി, അവൻ്റെ കൂടാണോ നിൻ്റെ കൂട്ട്? അവൻ്റെ കൂടാ നിൻ്റെ കൂട്ടെങ്കിൽ നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. മര്യാദയ്ക്ക് കോളേജിലും പോയി സാറന്മാർ പറയുന്നത് കേട്ട് മാന്യമായിട്ട് പഠിച്ചാൽ നിനക്കൊരു ജീവിതമുണ്ട്. അല്ലാതെ കൂട്ടുകാർ പറഞ്ഞ് നടക്കുന്ന കാര്യവും കേട്ടോണ്ട് നടന്നാൽ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനവും. പ്രത്യേകിച്ച് ആ ഹരി, അവൻ്റെ കൂട്ട് നിന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ. അവസാനം അവൻ നിന്നെ ജയിലിൽ കയറ്റും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത് ഒന്ന് ടെൻഷനാവുന്നുണ്ട്. എൻ്റെ സ്വഭാവം വെച്ച് ഏതെങ്കിലും ഏടാകുടത്തിൽ ചെന്ന് ചാടും, കൂട്ടത്തിൽ നിന്നെയും പെടുത്ത് നീ നോക്കിക്കോ, അതോടെ നിൻ്റെ ജീവിതവും പോവും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ആ ഹരിയായിട്ടുള്ള കൂട്ട് വിടുന്നതെന്നല്ലേ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അത്രയ്ക്ക് ഫ്രോഡാണെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. നീ കുടിച്ച് ഇവിടെ വന്ന കാര്യം ഇനി അത് ആവർത്തിക്കല്ലേ. ഇനി ഞാൻ എന്താണോ ഏൽപ്പിച്ചത് അത് മാത്രം ചെയ്യുക, പഠിക്കുക, പഠിച്ച് നല്ല ജോലി നേടുക, നല്ല സ്വഭാവത്തിൽ വളരുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാവൂ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഇതൊക്കെ കേട്ട് രോഹിത് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. എന്നെങ്കിൽ ഞാൻ
ശല്യം ചെയ്യുന്നില്ല, ഞാനങ്ങ് പൊക്കോളാം എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് പെട്ടെന്നാണെങ്കിൽ രോഹിത് ഡോർ അടച്ചിട്ട് ആകപ്പാട് ടെൻഷൻ ഇരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് രോഹിത് ഇങ്ങനെ ആലോചിക്കുന്നത്. ഹരി നിന്നെ 7-ാം കൂടത്തിൽ ചെന്ന് ചാടിക്കും, അവസാനം നീ ജയിലിലാവും എന്നുള്ള കാര്യം തന്നെയാണ് രോഹിത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പണിയാണ് ഹരി കാണിക്കുന്നതെന്ന് രോഹിത്തിനും അറിയാം. പിറ്റേന്ന് തന്നെ എല്ലാവരും കൂടെ പോകാനോട്ട് ഒരുങ്ങിയാണ്. ഹരിയാണെങ്കിൽ എല്ലാ കാര്യവും സെറ്റാക്കിയേക്കാണ്. ശരണയും കൊണ്ട് ആ ഒഴിഞ്ഞ വീട്ടിലേക്ക് പോകാൻ തന്നെ തയ്യാറെടുക്കുകയാണ്. കൂട്ടുകാരുടെ അടുത്ത് എല്ലാം പറഞ്ഞ് ശരിയാക്കണം. ഇത് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ചെറിയ അബദ്ധം പോലും പറ്റല്ലേ, ഈ പ്രാവശ്യം അവൾ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ പാടില്ല എന്ന് പറയാണ്. പിന്നെ രോഹിത് അവനും വന്നോളും, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, പറഞ്ഞ കേട്ടല്ലോ ഈ പ്രാവശ്യം നമ്മൾ അവളെ കുടുക്കിയിരിക്കണം എന്ന് ഹരിയാണെങ്കിൽ ബാക്കിയുള്ളവരടുത്തൊക്കെ പറയാണ്. ഈ സമയത്ത് രോഹിത്തും ഹരിയുടെ കൂടെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും രോഹിത്തിന് ടെൻഷനുണ്ട്. ശരണ്യെ ചീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് രോഹിത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കൃഷ്ണമോള് ചോദിക്കണേ, രോഹിത്തേട്ടൻ എവിടെയാണ് പോകുന്നത്? അത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പോകുന്നിടത്തെല്ലാം നിന്നോട് പറഞ്ഞിട്ട് പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഏയ്, എന്നോട് പറഞ്ഞിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഹരിയേട്ടൻ്റെ കൂടെ പോയി ഓരോ ഇടകൂടത്തിൽ ചെന്ന് ചാടല്, ഈ ഹരിയേട്ടനുമായിട്ടുള്ള കൂട്ടാണ് രോഹിത്തേട്ടനെ ഇത്രയും നശിപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീയും എന്നെ ഉപദേശിച്ചു തുടങ്ങിയ? ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ, ആ ഹരിയേട്ടനുമായിട്ടുള്ള കൂട്ട് അത്ര ശരിയല്ല. കേട്ടോണ്ടിരുന്ന ബബിതയും പറയുന്നുണ്ട്, ആ കാര്യം അവൾ പറഞ്ഞത് ശരിയാ, ആ ഹരിയുമായിട്ടുള്ള നിൻ്റെ കൂട്ട് അത്ര ശരിയല്ല, അവൻ മഹാ ഫ്രോഡാണ്. രോഹിത് ചോദിക്കുകയാണ്, ഇത്രയും നാളെ നിനക്ക് അങ്ങനെ അല്ലായിരുന്നല്ലോ, അവിടെ പോയി നിൽക്കുന്ന വരെ ഹരിയേട്ടൻ നല്ലതായിരുന്നു, ഇപ്പം ഹരി ഫ്രോഡായോ എന്ന് ചോദിക്കുകയാണ് രോഹിത് ബബിതയെടുത്ത്. ഞാൻ പറഞ്ഞതാ, അവിടെ ചെന്ന് നിന്നപ്പോഴാണ് അവൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായത്, അവൻ വെറും ഫ്രോഡാണ്, അതുകൊണ്ട് നീ അവൻ്റെ കൂടെയുള്ള കൂട്ടത്ര ശരിയല്ല എന്ന് ബബിത പറയുകയാണ്. ആയിക്കോട്ടെ, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്നും പറഞ്ഞ് രോഹിത് ആരും പറയാതെ കേൾക്കാതെ നേരെ ഹരിയുടെ കൂടെ പോവുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞതുപോലെ ഹരിയാണെങ്കിൽ ഇതോടെ രോഹിത്തിനെ ജയിലിലാക്കും എന്ന് ഉറപ്പായി.